ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഒരാളും കൂടിയുണ്ട്. അതായത് 10 കിലോമീറ്റർ ദൂരെ രാവിലെ തന്നെ ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനൊരു പുതിയ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്. വാൾടെക്സിൻ്റെ സൈക്കിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാൾടെക്സ് സൈക്കിളിൻ്റെ കുറച്ച് ഡീറ്റെയിൽസായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ കൂടാണ്ട് നമ്മുടെ ഗോപ്രോയുടെ ഹൈപ്പർ സ്മൂത്ത്, അതായത് നമ്മുടെ സ്റ്റെബിലിറ്റിയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ആ സൈക്കിൾ ഇപ്പോഴത്തെ പുതിയ മൗണ്ടൈൻ സൈക്കിൾസ് ഇല്ലേ, എല്ലാവരും ഇപ്പോൾ സൈക്കിളുടെ പിറകെയാണ്. അപ്പോൾ സൈക്കിളിൽ ഇപ്പോൾ ഷോപ്പിലൊന്നും അങ്ങനെ സ്റ്റോക്കില്ല. നമ്മൾ ഓൺലൈനിലൂടെയാണ് വാങ്ങിച്ചത്, ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ വിലയും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഗായ്സ്, നമ്മുടെ സൈക്കിളിൻ്റെ മുതലാളി ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ സൈക്കിള് നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഫ്ലൂറസെൻ്റ് പച്ച കളറിലുള്ള വാൾടെക്സിൻ്റെ സൈക്കിളാട്ടോ ഇത്. മൗണ്ടൈൻ സൈക്കിളാണ് വാൾടെക്സിൻ്റെ. അപ്പോൾ അങ്ങ് ദൂരെ നിന്ന് സൈക്കിൾ ഓടിച്ച് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി സൈക്കിൾ തന്ന നമ്മുടെ അതുലിന് പ്രത്യേകം നന്ദി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറയാമല്ലോ. ഇതിപ്പോൾ 26T ആണ്. ഇപ്പോൾ സൈക്കിൾ എന്ന് വെച്ചാൽ ഏകദേശം ഈ T കണക്കിലാണ് പറയുന്നത്. അതായത് 26T, 27T, 27.5T അങ്ങനെ ഓരോരോ ഫ്രെയിമിലാണ് നമുക്ക് സൈക്കിൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ ഈ ടയർ സൈസാണ് കേട്ടോ. ഈ 26T, 27T എന്നൊക്കെ പറയുന്നത് നമ്മുടെ സൈക്കിളിൻ്റെ ഹൈറ്റും ടയറും ഒക്കെ പ്രധാന ഘടകമാണ് ഒരു സൈക്കിൾ വാങ്ങുമ്പോൾ ഉള്ളത്. സൈക്കിൾ വാങ്ങുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അലോയ് ഫ്രെയിം സൈക്കിളാണ് പ്രത്യേകിച്ചും വാങ്ങേണ്ടത്. പിന്നെ കൂടാണ്ട് അതിൻ്റെ ഹൈറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നടുവിനൊക്കെ പ്രശ്നം വരും. ഹൈറ്റ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം വരും. നമ്മുടെ കറക്റ്റ് ഹൈറ്റിന് അനുസരിച്ചുള്ള സൈക്കിൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ 26T സൈക്കിളാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രെയിം വരുന്നുണ്ടല്ലേ, നല്ല അലോയ് ഫ്രെയിമാണ് ഇതിന് വരുന്നത്. ഡുവൽ ഡിസ്കൊക്കെ ഗിയർ സൈക്കിളാണിത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് വരുന്നുണ്ട്. ഈ സൈക്കിളിൻ്റെ ഫ്രെയിം എന്ന് വെച്ചാൽ 18 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ്. ഇപ്പോൾ 26T സൈക്കിളെല്ലാം എടുക്കുമ്പോൾ 18 ഇഞ്ചിൻ്റെ ഫ്രെയിം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഗിയേഴ്സ് എന്ന് പറയുന്നത് ഷിമാനോ എന്ന് പറഞ്ഞ ബ്രാൻഡ് അറിയാലോ. ഷിമാനോ ആണ് എല്ലാ ഗിയർ സൈക്കിളിനും ഗിയേഴ്സ് സപ്ലൈ ചെയ്യുന്നത്. ഗിയേഴ്സിൻ്റെ പ്രൊഡ്യൂസർ ഷിമാനോ ആണ്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം. സൈക്കിൾ വാങ്ങുമ്പോൾ ഷിമാനോൻ്റെ ഗിയേഴ്സ് തന്നെയാണോ എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ ഗിയർ ഡീറ്റെയിൽസിൽ ഇതാ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഷിമാനോ ടൂർണി TZ, അതാണ് അതിൻ്റെ ഗിയറിൻ്റെ മോഡൽ. അതാണ് കുറച്ചും കൂടിയും നല്ലൊരു ഗിയർ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ കളർ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇതിൻ്റെ കളറാണ് കേട്ടോ. നല്ല ഫ്ലൂറസെൻ്റ് പച്ച, അതുകൊണ്ട് തന്നെ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല ബ്ലാക്ക് ഫ്രെയിമിൽ സ്റ്റിക്കേഴ്സ് വരുന്നത്, സ്റ്റിക്കേഴ്സ് അല്ല അത് പെയിൻറ്റിങ് തന്നെയാണ്. ഫ്ലൂറസെൻ്റ് പച്ച വരുന്നത്, അതും നല്ല ഭംഗിയുണ്ട് സൈക്കിളിന് കാണാൻ. ഗൈസ്, നമ്മുടെ ഈ സൈക്കിൾ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ വെറും 3 ദിവസം എടുത്തിട്ടു കിട്ടാൻ. വെറും 3 ദിവസം കൊണ്ടാണ് സൈക്കിൾ ഡെലിവർ ആയത്. ബുക്ക് ചെയ്തു 3-ാമത്തെ ദിവസം വീട്ടിലേക്ക് ബോളോറോ ട്രക്കിലാണ് കൊണ്ടുവന്നത് സൈക്കിള്. ഈ സൈക്കിൾ വരുമ്പോൾ വെച്ചാൽ ഏകദേശം ഇതേപോലെ തന്നെ സൈക്കിൾ ഫിറ്റിങ്സ് ഒന്നും അധികം എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സൈക്കിൾ ഇങ്ങനെ തന്നെയാണ് വരിക. ഇതിൻ്റെ മെയിൻ ഹാൻഡിൽ എന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങനെ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ആയിട്ട് ഉണ്ടാവുക. അത് നമ്മൾ നേരെ തിരിച്ചതിന് ശേഷം നമ്മൾ ടയർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ വേണ്ടു. ജസ്റ്റ് അതേ ഒരു ഫിറ്റിങ്സിൽ തന്നെയാണ് നമുക്ക് കൊണ്ടുതരുന്നത്. വലിയൊരു ബോക്സിലാണ് കൊണ്ടുവരുന്നത്. പിന്നെ കൂടാണ്ട് ഇതിൻ്റെ പെഡൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യണം, ജസ്റ്റ് ടൈറ്റ് ചെയ്യണം. അതിൻ്റെ ടൂൾസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. വേറെ പണിയൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനിൽ വാങ്ങുന്നതിൽ
ചിലർക്ക് പേടിയുണ്ടാവും, എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഓൺലൈനിൽ കറക്റ്റ് ഫ്രെയിം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെ വരിക, ടയറൊക്കെ സെറ്റ് ചെയ്തിട്ട് വരിക. വേറെ നിങ്ങൾ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 ഫിറ്റിങ്സും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിൾ റെഡിയാണ്. ഗൈസ്, നമ്മുടെ സൈക്കിളിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ 14,999, അതായത് 15,000 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ, കുറച്ച് ഡിമാൻഡാണ്. അപ്പോൾ സ്റ്റോക്കുള്ള സമയം നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. ഓക്കെ. പിന്നെ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഷോപ്പിൽ സർവീസ് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കണം. സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. കാരണം എന്തായാലും സർവീസ് നിർബന്ധമാണ് സൈക്കിളിന്. ഗിയർ സൈക്കിൾസിനൊക്കെ സർവീസ് നിർബന്ധമാണ്. നിങ്ങൾ നാട്ടിലുള്ള നല്ല കടകളുണ്ടാവും സൈക്കിളിൽ ഗിയർ സൈക്കിൾസൊക്കെ വിൽക്കുന്നത്. അപ്പോൾ അവരുടെ സർവീസിൽ നമ്മളെ സൈക്കിളും കൂടി സർവീസ് ചെയ്ത് കിട്ടുമെന്ന് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇത് നല്ല മോർണിംഗ് റൈഡിനൊക്കെ പറ്റിയ നല്ല മൗണ്ടൻ സൈക്കിളാണ്. ഓഫ് റോഡിങ്ങും ഒന്നും പ്രശ്നമൊന്നുമില്ല. നല്ല അത്യാവശ്യം നല്ല ടയേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈക്കിൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ടെസ്റ്റിലൂടെ നമുക്ക് ഗോപ്രോയുടെ നമ്മുടെ ഹൈപ്പർ സ്മൂത്ത്നെസ്, സ്റ്റെബിലിറ്റി അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സൈക്കിളൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാമല്ലോ. കുറച്ച് ടഫ് ടെറൈനിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ ഏകദേശം മനസ്സിലാവും. വീഡിയോ നമ്മൾ ഗോപ്രോൻ്റെ സ്റ്റെബിലിറ്റി മനസ്സിലാവും, സൈക്കിളിൻ്റെ പെർഫോമൻസ് മനസ്സിലാവും. നമ്മളിപ്പോൾ ഉള്ളത് മാടായിപ്പാറയില്ല കേട്ടോ. നമ്മുടെ സ്ഥിരം സ്ഥലമാണ്. മാടായിപ്പാറയില്ലാതെ നമുക്കൊരു വ്ളോഗില്ല എന്ന് തന്നെ പറയാം. ഏത് വ്ളോഗും നമ്മൾ മാടായിപ്പാറ ടച്ച് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്ടിൻ്റെ. അതുകൊണ്ട് പിന്നെ ഇവിടെ വരാതെ പോകാനും പറ്റില്ല. ഇത് തന്നെയാണ് മെയിൻ റൂട്ട് എൻ്റെ. അത്യാവശ്യം നല്ല സുഖമുണ്ട്. ഈ സൈക്കിൾ ഓടിക്കാൻ നല്ല കംഫർട്ടാണ്. പ്രത്യേകിച്ച് മറ്റേ സാധാരണ സൈക്കിളൊക്കെ ഈ ഒരു റൂട്ടിലൂടെ ഓടിക്കുമ്പോൾ ഏകദേശം നമ്മൾ പരിപ്പിളകുന്നതായിരിക്കും. ഇതിപ്പോൾ ആ ഒരു ഫീലില്ല. ഗിയർ സൈക്കിളായതുകൊണ്ട് നൈസിൽ ചവിട്ടി പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മാടായിപ്പാറയിൽ അധികാരം എത്തിപ്പെടാത്തൊരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ വരുന്നത്. കുറച്ചും കൂടി അൺഎക്സ്പ്ലോർഡ് പ്ലേസാണ് മാടായിപ്പാറയിൽ. ഇതൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് സൈക്കിള് പൊക്കി എടുത്തിട്ട് വെക്കാം. കുറച്ച് ടഫാണ്. കുറച്ച് ടഫ് ടെറൈനാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് ചവിട്ടി കയറ്റാൻ കാര്യം. ഓ മൈ ഗോഡ്, ഇത്ര വരെ പോകത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ഉന്തി പോവാം. ഗൈസ്, വ്യൂ കണ്ട, നല്ല സൂര്യൻ ഉദിച്ച് വന്നേക്കാണ്. നല്ല വ്യൂ ആണ്. താഴെ അങ്ങ് ദൂരെ കാണുന്നത് നമ്മുടെ പഴയങ്ങാടി പുഴ കേട്ടോ. ഗൈസ്, അപ്പോൾ നാളെ താഴേക്ക് പോവാണ്. അങ്ങ് എൻഡ് വരെ എത്തണം. മാടായിപ്പാറയുടെ മറ്റൊരു എൻഡാണ്. അവിടം വരെ നമ്മൾ ജസ്റ്റ് ഓടിച്ച് നോക്കും. ഓക്കെ.
ഗൈസ്, ഒരു സൈക്കിൾ വാങ്ങുമ്പോൾ നമ്മൾ സീറ്റ് ഹൈറ്റും കൂടി പ്രധാന ഘടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സീറ്റിൻ്റെ ആ ഒരു ഹൈറ്റ് പൊസിഷനും കൂടി പ്രത്യേകം കറക്റ്റ് ആക്കണം. ഇപ്പോൾ ഈ ഒരു 2060 ഒക്കെ എന്ന് പറഞ്ഞാൽ 159 ടു 175-80 വരെ ഹൈറ്റുള്ളവർക്ക് കുറച്ച് കംഫർട്ടായിരിക്കും. അതല്ലാത്തവർക്ക് 27T എന്തായാലും വേണം. 27T പ്ലസ് എന്തായാലും വേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടം വരെ സൈക്കിൾ പോകത്തുള്ളൂ. നമുക്ക് മുകളിലേക്ക് ജസ്റ്റ് നടന്നു നോക്കാം. മാടായിപ്പാറയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ പാർട്ടാണിത്, ഏറ്റവും കിടിലൻ പാർട്ട്. ഇവിടെ എന്തായാലും വന്ന് നോക്കിയിട്ടേ പോകാൻ പറ്റൂ. ഗൈസ്, മാടായിപ്പാറൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിൻ്റാണിത്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിൻ്റ്. മറ്റെല്ലാം ഏകദേശം ഒരു ഫ്ലാറ്റ് സർഫേസാണ് മാടായിപ്പാറയുടെ. കുറച്ചും കൂടി ഹൈറ്റായ എന്ത് ശബ്ദം പക്ഷിയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പ് വ്യൂവിൻ്റെ ദൃശ്യം കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് തിരിച്ച് പോവാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ചെസ്റ്റ് ക്യാമിനോട് യൂസ് ചെയ്ത ഗോപ്രോയുടെ ചെസ്റ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ഗിയറാണ് യൂസ് ചെയ്തേക്കുന്നത്. ചെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റൈഡിങ്, സൈക്കിൾ റൈഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെസ്റ്റ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ട്രെയിനും കൂടി വരുന്നുണ്ട്. ട്രെയിനെ കിട്ടൂല, എന്നാലും നമുക്ക് കാണിച്ചു തരാം താഴത്തെ ദൃശ്യം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വാൾടെക്സിൻ്റെ സൈക്കിള്, പുതിയൊരു സൈക്കിള് എൻ്റെ അനിയൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അവനിന്ന് മോർണിംഗ് റൈഡായിട്ട് ഇങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതെടുത്ത് മാടായിപ്പാറയിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഗോപ്രോ ഹീറോ 9ൻ്റെ ജസ്റ്റ് ഒരു സ്റ്റെബിലിറ്റിയും കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റി, ഹൈപ്പർ സ്മൂത്ത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കൂടാതെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് വരും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ.